ഒട്ടുമിക്ക കമ്പനികളും ഇന്ന് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് അൺനെസസറി പർച്ചേസ്. അതുവഴി കമ്പനികൾക്ക് ഒരുപാട് പണം അനാവശ്യമായിട്ട് എക്സ്പെൻസസ് ആയിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ പർച്ചേസുകളെല്ലാം ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് വഴിയോ ഒക്കെ ആയിരിക്കും. ആയതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾഡ് ചെയ്യാൻ പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കമ്പനികൾക്ക് എപ്പോൾ വേണമെങ്കിലും നീഡ്സുകൾ വരാം. അത് റോ മെറ്റീരിയൽസ് ആവാം, ഫിക്സഡ് അസറ്റ്സുകളുടെ നീഡ്സ് ആവാം, അല്ലെങ്കിൽ സർവീസസിൻ്റെ നീഡ്സുകളാവാം. പക്ഷേ ഈ നീഡുകളെല്ലാം ജെന്യൂൻ ആണോ, ആരാണ് ഇത് റിക്വസ്റ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഈ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ നമുക്കിത് കൺട്രോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് കൺട്രോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പർച്ചേസ് റിക്വസ്റ്റ്. ഈ പർച്ചേസ് റിക്വസ്റ്റ് എന്ന വിൻഡോ വഴി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊരു ജെന്യൂൻ റിക്വസ്റ്റ് ആണോ അല്ലേ എന്നുള്ളതെല്ലാം നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ IT ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു ലാപ്ടോപ്പിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പർച്ചേസ് റിക്വസ്റ്റ് എന്ന വിൻഡോ വഴി ഞാൻ എൻ്റെ റിക്വസ്റ്റ് റേസ് ചെയ്യുകയാണ്. ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സിസ്റ്റത്തിന് രണ്ട് കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം സ്റ്റോക്കാണ്. ഈ ലാപ്ടോപ്പ് സ്റ്റോക്കിൽ ആൾറെഡി നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സിസ്റ്റം നമുക്ക് ബ്ലോക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റം ആൾറെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആണ്, നിങ്ങളിത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു വാലിഡേഷൻ നടന്നു, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ഓഗസ്റ്റ് മാസമാണ്, ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് 2 ലാപ്ടോപ്പാണ് പർച്ചേസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉള്ളത്. അപ്പോൾ ആൾറെഡി ഞാൻ ഈ ബഡ്ജറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സിസ്റ്റം നമ്മളെ ബ്ലോക്ക് ചെയ്യും. നിങ്ങളുടെ ഈ മാസത്തെ ബഡ്ജറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ, സോറി, നിങ്ങൾക്ക് പർച്ചേസ് റിക്വസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ സ്റ്റോക്ക് ലെവലിലും ബഡ്ജറ്റ് ലെവലിലും നമുക്ക് പർച്ചേസ് റിക്വസ്റ്റ് വാലിഡേഷൻ സാധ്യമാകുന്നു. അതുവഴി നമ്മുടെ കമ്പനിക്ക് അനാവശ്യമായ പർച്ചേസുകളെ ആ ഒരു സ്റ്റേജിൽ തന്നെ, ക്രിയേഷൻ സ്റ്റേജിൽ തന്നെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ബഡ്ജറ്റ് ഉണ്ട്, ബഡ്ജറ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സ്റ്റോക്ക് 0 ആണ്, എനിക്ക് പർച്ചേസ് റിക്വസ്റ്റ് ക്രിയേഷൻ പോസിബിൾ ആണ്. അങ്ങനെ ഞാൻ സിസ്റ്റത്തിൽ പർച്ചേസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ റിക്വസ്റ്റ് ജെന്യൂൻ ആണോ അല്ലേ എന്ന് ആർക്കാണ് പരിശോധിക്കാൻ സാധിക്കുക? എൻ്റെ മാനേജർക്കാണല്ലേ. കാരണം ആൾറെഡി ഞാനൊരു ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്കൊരു ലാപ്ടോപ്പിൻ്റെ ഒരു ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ എന്നുള്ളത് എൻ്റെ മാനേജർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുക. അപ്പോൾ എൻ്റെ മാനേജർക്ക് എൻ്റെ റിക്വസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അത് മാനേജർ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പർച്ചേസ് റിക്വസ്റ്റ് നെക്സ്റ്റ് ലെവലിലോട്ട് പോവുകയുള്ളൂ, അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളത്, എത്ര GB റാം വേണം നിങ്ങളുടെ ലാപ്ടോപ്പിന്, ഏത് പ്രോസസ്സർ വേണം, എത്ര സ്ക്രീൻ സൈസ് വേണം, എത്ര സ്റ്റോറേജ് വേണം, ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഈ പർച്ചേസ് റിക്വസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി കുറച്ചുകൂടി എളുപ്പമായില്ലേ? കാരണം അവർക്ക് കറക്റ്റായിട്ടുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. ഏത് സ്പെസിഫിക്കേഷനാണ്, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്താണ്, ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ എന്താണ്, എല്ലാം ക്ലിയറാണ്. അവർക്ക് ഡയറക്റ്റ് സപ്ലയേഴ്സിനോട് കൊട്ടേഷൻസ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പർച്ചേസ് റിക്വസ്റ്റ് ഉപയോഗിക്കുന്നത് വഴിയുള്ള അഡ്വാൻറ്റേജ് എന്തെല്ലാമാണ്? നമ്മളത് ബഡ്ജറ്റഡ് ആണോ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കും, സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്തിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും, അപ്രൂവൽസ് വഴി ഇത് നമുക്കൊരു ജെന്യൂൻ പർച്ചേസ് റിക്വസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പർച്ചേസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക വഴി നമുക്കതിൻ്റെ എല്ലാം ഡാറ്റ നമുക്ക് അവൈലബിൾ ആണല്ലേ. ഈ ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു ഡാറ്റ ഡ്രിവൻ അനാലിസിസ് നടത്തിയിട്ട് ആ അനാലിസിസ് വഴി നമുക്ക് പല ഡിസിഷൻസുകൾ എടുക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്വാർട്ടറിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇത്രയും ക്വാണ്ടിറ്റിയുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീറ്റെയിൽ പർച്ചേസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഇത്രയും ക്വാണ്ടിറ്റി ബൾക്കായിട്ട് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് അതുവഴി നമുക്ക് കമ്പനിക്ക് കോസ്റ്റ് ലാഭിക്കാൻ സാധിക്കും, അല്ലേ? അതുപോലെ തന്നെ എല്ലാ റിക്വസ്റ്റുകളും പർച്ചേസ് റിക്വസ്റ്റ് എന്നുള്ള ആ ഒരു വിൻഡോ വഴി വരുമ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസ് റിക്വസ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഈസിലി മനസ്സിലാക്കിയിട്ട് അവർക്ക്
ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. അങ്ങനെ കമ്പനിക്ക് അൺനെസസറി പർച്ചേസുകൾ അവോയ്ഡ് ചെയ്തിട്ട് ഒരുപാട് എക്സ്പെൻസസ് ലാഭിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ പർച്ചേസ് പ്രോസസ്സിനെ പർച്ചേസ് റിക്വസ്റ്റ് വഴി സിസ്റ്റമാറ്റിക് ആക്കി മാറ്റിയെടുക്കുക. പവർ വരട്ടെ.